Ladies and gentlemen, welcome back to part 2 of Chadapacha. ഞാൻ പറഞ്ഞതുപോലെ ദിസ് ഇസ് എ ടാർഗറ്റഡ് മൂവി. ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് ചതപ്പച്ച. ആ ടാർഗറ്റ് ഓഡിയൻസിൽ മലയാളത്തിൽ ആ ടാർഗറ്റ് ഓഡിയൻസിൽ വരുന്നൊരു മെമ്പറാണ് ഞാൻ. കാരണം ഐ ഗ്രൂ അപ്പ് വാച്ചിങ് റെസ്ലിംഗ്. ജോൺസിനെയും അണ്ടർടേക്കറിനെയും റാൻഡി ഓട്ടനെയും കണ്ടാണ് ഞാൻ വളർന്നത്. ഒരു പാർട്ട് ഓഫ് ചൈൽഡ്ഹുഡ് വാസ് ദാറ്റ്. ഇപ്പോഴും വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒരു ക്ലിപ്പോ മറ്റോ എടുത്ത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് മൂവി സ്പെഷ്യൽ ഫോർ മീ. കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ, പക്ഷേ ഈ ഒരു എലമെൻറ്റ് വേറൊരു മലയാള സിനിമ അധികം ഡെലിവർ ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ദിസ് മൂവി സ്പെഷ്യൽ ഫോർ മീ. ഐ വോണ്ട് ഫോർഗെറ്റ് ദിസ് മൂവി, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് നമ്മുടെ നൊസ്റ്റാൾജിക് എലമെൻറ്റ്. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് മൂവീസിലൊരെണ്ണം, ദി ഫേവറേറ്റ് മൂവീസ്, ഹോളിവുഡ് മൂവീസ് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും ഹാരി പോട്ടർ. എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ആ ഹാരി പോട്ടർ സീരീസ് ഈസ് ഓൾവേസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഇസ് ഇറ്റ് ദ ബെസ്റ്റ് മൂവി? പ്രോബ്ലി നോട്ട്. ഇസ് ഇറ്റ് മൈ ഫേവറേറ്റ് മൂവി? യെസ്. അതിൻ്റെ റീസൺ ഇസ് ദാറ്റ് ഞാൻ കൊച്ചിലെ ഒരു DVD ഉണ്ടായിരുന്നു ഹാരി പോട്ടറിൻ്റെ 7 സിനിമയും. ആ 7 സിനിമയും മാറി മാറി കാണുമായിരുന്നു, റിപ്പീറ്റ് അടിച്ച്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ വണ്ടറടുപ്പിക്കുന്നൊരു സാധനം. കാരണം മലയാളം ഇൻഡസ്ട്രിയിലൊന്നും അങ്ങനത്തെ സാധനം അധികം കിട്ടില്ല. ഒരു ഫാൻറ്റസി ആ ഒരു വണ്ടറടുപ്പിച്ചൊരു സാധനമാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടത്. ആ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കാം, ആ ഒരു ടൈമിൻ്റെ ആയിരിക്കാം. അപ്പം കണ്ട് നൊസ്റ്റാൾജി അടിച്ച സാധനങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്ലേസ് നമ്മളുടെ ഹാർട്ടിലുണ്ടാവും. അതേപോലെ തന്നെ ഈ സിനിമ ഈ സ്പെഷ്യൽ ഫോർ മീ. So without any further ado, let's continue with part 2 of the reaction of Chadapacha. Let's get started. വെട്രിയുടെ ക്യാരക്ടറും ചെറിയാൻ്റെ ക്യാരക്ടറിലും കുറച്ച് ആംബിഗിറ്റീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് തോന്നുന്നു. Without any further ado, let's get back into it. Hold on a second. ചേട്ടാ നടുമണന്മാരുടെ കൂടെ ഒക്കെ പിടിച്ച് നിൽക്കണ്ടേ? എന്തായാലും ഞങ്ങൾ എല്ലാരും ഇനി ഫൈറ്റ് കാണാൻ വരും. Something is സ്കൂളിൽ പോയപ്പോൾ ഇത്രയൊന്നും പഠിച്ചോ. സ്പോർട്ടിൽ നല്ല അപ്പനടി ഉണ്ടാക്കണ്ടെന്നാ ഞാൻ ഇവരൊക്കെ. ഇതൊക്കെ എന്ത് ചപ്പാത്തിയാണ് no, that's messed up, bro. എന്നാ പറ്റിയ ഞാനാണ് ശിവൻ ചേട്ടാ. ഇത്ര നാളെ സ്ഥലം ഒഴിഞ്ഞെടുക്കല്ലേ? പ്രേതമുണ്ട്, മറുതയുണ്ട്, മറ്റേണ്ട്. പിന്നെ ഞങ്ങളൊരു പരിപാടി തുടങ്ങിയപ്പോ ചേട്ടൻ പറ, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? എടാ അവന്മാർ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. വീട്ടിലെല്ലാവരും പറയുന്ന എടാ എനിക്ക് വലിയ വിശ്വാസമില്ല. വെട്രി എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ല. ഇല്ലേട്ടാ, വെട്ടറി ഒരു പ്രശ്നമില്ല. ആൾക്കെല്ലാം മാറ്റമുണ്ട്. ശരിടാ, ഇയാള് സീനാണല്ലോ. ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു വെച്ചിട്ട് പണിയുണ്ടാവില്ല. പറഞ്ഞു വെച്ച് പണിയെടുത്ത് നമ്മളെ കട്ടക്കാരല്ലേ അല്ലേ? He can fight, man. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ പുള്ളിക്കാരന്റെ ഫൈറ്റ് ഞാൻ കണ്ടത്. താമസമല്ലാണ്ട് ഇതിന്റെ പരിപാടി ആൾക്കാർക്ക് ബോറടി ആവട്ടാ. നീ സമ്മതിച്ചില്ലെങ്കിലും എനിക്കറിയാം നിന്റെയൊക്കെ ശിവൻ ചേട്ടൻ എന്നെ അറിയിക്കൂലെന്ന് വിചാരിക്കോളൂ. ഞാൻ പറയണ പോലെ എന്റെ പിള്ളേരും കൂട്ടി ഫോർ മൈ അപ്പൻസ് ലെഗസി. സീൻ മാറിയല്ല. കുലുക്കി പോയി പറയണ വെട്രി എടുത്ത് ലോജിക്കലായിട്ട് ചിന്തിക്കും. എടാ ചെറിയ എന്റെ പിള്ളേര് ഫുൾ സ്റ്റീറോയിഡാണ്. അവര് ശരിക്കും പിടിക്കും. ഞാൻ വഴക്കട്ട് പോട്ടാ. നിക്കട്ടെ, പരിപാടി ഇങ്ങനെ പോണെന്ന് നമ്മളല്ലേ തീരുമാനിക്കണം. കാണാവില്ലടാ ശിവൻ ചേട്ടനോട് പോയി പരാതി പറയാൻ. പുള്ളിയോട് വിട്ട് പരാതി പറഞ്ഞാൽ അയാളെ സീനാണ്. ചേട്ടാ, ഞങ്ങൾ കുറച്ചധികം കാശ് മുടക്കി സെറ്റ് ചെയ്ത പരിപാടിയാണ്.
തെറ്റാണ്. അതുകൊണ്ട് നീ ആ സ്ഥലം ഒഴിഞ്ഞു തരുമോ അതോ ഞങ്ങൾ പൊളിക്കണോ? ഞങ്ങൾക്ക് ഒഴിയാൻ പറ്റില്ല കേട്ടാ. തന്നെ ഞങ്ങളും പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. നീയൊക്കെ അടുത്ത ആഴ്ച കൊണ്ട് മാറി തന്നില്ലെങ്കിൽ അടിച്ച് ഞാൻ പാട്ട് എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ പോയി കാണണം. സുപ്രഭാതം. ആൾക്കാരെ മാറ്റമുണ്ട്. പഴയ പോലെ തന്നെ പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല. അന്നല്ല അസല് കാട്ടാ കുസ്തി പഠിച്ചാണ്. അത് നിങ്ങളുടെ മാർഗം കളിക്ക് കൂടാനായിട്ടല്ല. അത് നീ എന്തെങ്കിലും വിളിച്ചോ, പക്ഷെ കൂടെ നിൽക്കണം. സമാധാനമായ പുതിയ ജീവിതം. എടാ സാബി പറ്റൂലടാ. എടാ അവക്ക് കാര്യം അറിയോ? റോസമ്മയ്ക്ക് കാര്യം പറയൂ. റോസ നടക്കൂല മോളെ. ഞാൻ എന്തെന്ന് നിന്റെ അപ്പനൊരു റെസ്ലറായി കാണാനുള്ള നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവൂല. അണിയൂലെന്ന് ഇല്ല റോസ, ഇല്ല ഇല്ല. പാവം കൊച്ചിനും ശ്വാസം മുട്ടന് വിട്ടു. പുള്ളിക്കെന്തോ പറയാനുണ്ട്. പുള്ളിക്കെന്ത് പറയാൻ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട്. പുള്ളിക്കാരോട് കാര്യങ്ങളൊക്കെ പറയണം. നമ്മളിപ്പോ പ്രൊഫഷണൽ റെസ്ലേഴ്സ് ആണ്. പക്ഷെ മെയിൻ പോയിന്റ് പേടിക്കരുത്. ശരിക്കും അടിക്കണ കാര്യം ഓ shit. ഗുസ്തിയല്ലേ, കൊടുക്കടാ അങ്ങോട്ട്, തിരിച്ചു കൊടുക്ക്. ഇപ്പഴാ രസമുണ്ടേ. അതെന്താ അത് ഫൗളാണ് ബ്രോ, അങ്ങനെ അടിച്ചുകൂടാ. ഓ നോ. ഇത് ഫുള്ള് ശരിക്കടിയാണല്ല. ഓ നോ. എടാ ഭായി, ഇന്നിവിടെ ആരും കാണൂല. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയല്ലേ? What is that? Oh no. Oh no. പ്രൊഫഷണൽ റെസ്ലറിനെ കൊണ്ടു. ഓ നോ. ഓ ചേട്ടായി വന്ന് ഗാട്ടാ ഫൈറ്റർ. ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് അല്ലേ, രണ്ടുപേരും കൂടെ ഒരാളിട്ട് അടിക്കാൻ. Oh, no. Now this makes sense, man. Oh, drop kick. Anyway, yeah. Spear. എന്ത് പരിപാടി? കൊച്ചിന് കൊള്ളാം. ഓ ഡാം ബ്രോ, ഇത് മറ്റേ പുള്ളിയല്ലേ? ഇയാളെ എനിക്കറിയാലോ. ഇയാളുണ്ടോ ഫൈറ്റില്? അയാളുടെ യൂട്യൂബ് ചാനല്. കൊച്ചന്റെ അടുത്തേക്ക് പോലും വന്നില്ലടാ. മറ്റേ യൂട്യൂബ് ചാനൽ പോയി നോക്കണമല്ലോ. ഇയാൾ പറയുന്നുണ്ടാവും ക്യാമിയോ. നീ വെറുതെ ബാഡാവില്ല മച്ചാനെ.
അശ്വനെ നീ എന്താടാ വരാന? ഞാൻ കരാട്ടെ ഉണ്ട്. നീ എന്താ ചെയ്യണം? റോസമ്മേ താങ്ക് യു ഇല്ലേ പെട്ടെന്ന് വന്നേ. പണിയാവൂല്ല. ഇത് നല്ല കാര്യമല്ലേ? ഓ എനിക്ക് ഹാപ്പി. ഇത് വന്നിട്ട് അവൻ റോസമ്മയ്ക്ക് കാര്യം അറിയാമായിരുന്നോ? വിചാരിക്കണ പോലെയല്ല. കൊച്ചിന്റെ കഴിവിട് ഒന്നും മനഃപൂർവ്വം അറിഞ്ഞില്ല പോ. കൂടെ അറിഞ്ഞിട്ടായിരുന്നല്ലോടാ. കൊച്ചിന്റെ കൈവിടൻ. എനിക്ക് ഇങ്ങനെ ട്രിഗറാണ്. കാര്യം പറഞ്ഞ് സംസാരിച്ചത് കലിപ്പ് കൂടുള്ളൂ. എടാ വെട്രി ഇങ്ങോട്ടൊക്കെ നിന്റെ വിഷമം എനിക്ക് പോയി. പക്ഷെ എടാ ആ വിഷമം അവൻ അറിയണേ അവന്റെ എല്ലാം നാട്ടുകാരെല്ലാരും അറിയണം ആ ചെറ്റ നിന്നെ ചതിക്കണായിരുന്നു. സംഭവം ഡീപ്പാവണല്ലോ. പാവം നമ്മുടെ റോസമ്മയും ഇയാളിങ്ങനെ ഡയലോഗ് അടിക്കാതിരിക്കാതെ ആരെങ്കിലും എടുത്തിട്ട് അടിക്കോ പ്ലീസ്? തകർത്ത് ഞാനുണ്ട്. കളമൊരുങ്ങിയിരിക്കുന്നു. എപ്പടി സെറ്റല്ലേ? പറയണതൊക്കെ ശരിയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നീ ആ മാണിയുടെ മോനുമായിട്ട് നടന്നിട്ട് സാവിക്ക് ഉണ്ടാക്കി വെച്ച തലവേദന ചില്ലറയൊന്നുമല്ല. ഇത് ശീലവും പേടിയൊന്നുമില്ല. പെങ്ങളുടെ കാര്യല്ലേ, അങ്ങനെ മറക്കാൻ പറ്റുമോ? അതിന് നിന്റെ ഫുള്ള് പരിപാടി വെട്ടിയായിട്ടല്ലേ. പിന്നെ നമ്മെന്ത് ചെയ്യാനാ? വിചാരിച്ച് അവനൊന്നും പെട്ടതാണെന്നാണ്. പിന്നെ പെട്ടതല്ല, നമ്മ പെടുത്തിയതല്ലേ പറയണ. ശിവൻ ചേട്ടൻ അവരൊന്ന് തല്ലി തുടങ്ങിക്കോട്ടെ ബ്രോ. കത്തിക്കും ഞാൻ. ഇതോടെ തീർക്കണാണ് കുടുംബടക്കം ഫുള്ള നൈട്രോക്കളി. മോളെ ഫുഡല്ലേ, കുറച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ചു തരണ്ടേ? വേണമെങ്കിൽ പിടിക്കണോ, പോയിട്ട് പണിയുണ്ട്. ഓടിയിട്ട് എന്തുണ്ടാക്കാനാണ്? എന്താണ് വെട്രി നീ കാണിക്കണത്? പേടിക്കണ്ടാ, പറയാനും കിട്ടും. മാറിയ എനിക്ക് പിള്ളേരെ കൊണ്ട് വീട്ടിലാക്കണ്ടേ? വേണ്ടട്ടാ, മോളെ മാത്രം മതി. നമുക്ക് രണ്ടാക്കും കൂടി എവിടെയും പോയാലോ? She doesn't even know you. അയ്യോ, അതിന് സമയങ്ങളല്ലേ ഉൾഡപ്പൻ അല്ലേ റോസ്? ഒന്ന് പോയടി, വേറെ മാച്ചും സെറ്റ് ചെയ്യണം. എന്തിന്? നീ ആ സാവിനോട് പോയി ചോദിക്കും. ആ വെട്ടിനെ പറ്റിയെന്ന് പറയണം. നാട്ടുകാരെ മൊത്തം അലമ്പും. ഏട്ടനനിയന്മാര് തമ്മിലുള്ള പ്രശ്നത്തിൽ പെടാൻ പോണത് അവന്മാരോടെയാ. എല്ലാം നോക്കി രക്ഷപ്പെട്ട് വന്നപ്പോ ഇനി അവന്മാരെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാരുടെ തല്ലുള്ളവനാ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എത്ര പെട്ടെന്ന് ഒരു ഫൈറ്റ് നൈറ്റ് സെറ്റ് ചെയ്താലോ? ഫൈറ്റ് നടന്നാല് എടാ അത് രേഖൂലടാ. അന്നേം കേട്ടില്ലേ ബ്രോ, എന്തൊക്കെ ഓപ്ഷൻസ് ഇപ്പൊ ഇവന്മാരോരോന്ന് തുടങ്ങി വെക്കുകയും ചെയ്യും. കൈയടിപ്പിക്കണ്ടേ, അടിച്ചുപൊളി റെഡിയായി വരും. എല്ലാരും ഒറ്റപ്പെടുത്തി പണിയെടുക്കുന്ന പരിപാടിയാണോ? അവൻ തന്നെ എന്താ ഓനോ ഞാൻ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകണേ പോയി അവനെ വിളിച്ചോണ്ട് വാ.
സാവിയെ അപ്പം മച്ചാൻ പറഞ്ഞ കേട്ടല്ല. ഇയാളുണ്ടല്ലോ, ഇനി സാവർ ഇനി കയറിട്ട് മതി ബാക്കി പരിപാടി. ഈ സെറ്റപ്പാണല്ലോ. കൊച്ചു മുഴുവനുണ്ടല്ലോ. This is a good fight, man. Camera angle ഒരു രക്ഷയില്ല. സിംഗിൾ ഷോട്ട്, നോ കട്ട്സ്. നിങ്ങൾ സംസാരിച്ചു തരുന്ന പ്രശ്നമാണിത്. അവനെ കൊണ്ട് ഈ ഫൈറ്റ് കൊള്ളാം. ദിസ് എ ഗുഡ് ഫൈറ്റ്. മറ്റേതുപോലെ ഫുള്ള് കട്ട്സ് അല്ല. പവറും ഞാൻ മനസ്സിലാവൂലടാ. അടിപൊളിയാണ്. കൊച്ചിലെനിക്ക് വിട്ടുവരാൻ പറ്റൂല. ബോയ്സ്, ഇവന്മാരുടെ കലാപരിപാടി കഴിഞ്ഞു. നമ്മുടെ പരിപാടി തുടങ്ങണ. ഉണ്ണിക്കുട്ടൻ. ഓ, മണിയാശാൻ അവിടല്ലേ തീർക്കണ രണ്ടെണ്ണത്തിന്. ഹീസ് ബിഗ്. എന്താണ് അടുത്തൊരു അവതാരം? പുതിയ അവതാരം, ഒരു പഴയ അവതാരം? ഉണ്ണിക്കുട്ടൻ ഡൗൺ ആയല്ലോ. ഒറ്റ അറിയില്ല ഡൗൺ ആയ. സിനിമ കുറച്ചുകൂടി ഉണ്ടല്ലോ നീ. വാൾട്ടർ ഇവന്മാരെക്കാൾ ചെറുപ്പമാണല്ലോ ലുക്കില്. നീയൊക്കെ കൂടെ സീനാക്കണം. കിട്ടിയതൊന്നും പോരല്ലേ. ചൂണ്ടയിൽ വിടാത്തവന്റെ ഉണ്ടാക്കി കോല് കുത്തി പിടിക്കാൻ നോക്കണടാ പന്നി. മോഡല് വെച്ച് ഒരുമാതിരി ചില പഴയ പടത്തിലെ വില്ലന്മാരുടെ കൂട്ടി നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ. അപ്പ ഒരുത്തനും വളർന്നിട്ടില്ലടാ. മോയിൻതോട്ട് ഇറങ്ങി വേടാ അല്ലേടാ. He can fight, man. I know he can fight. എന്തായാലും വന്നതല്ലേ. He is jacked. തീർത്തേക്കാം. Dude, he is jacked. Dude, he can fight.
റോസ് മോളെ നമ്മൾ കണ്ടത് മാത്രമല്ല ഗുസ്തി, വേറെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. തീറല്ലേ ചോക്സ്ലാം. ഓ റിങ് പൊട്ടിച്ച് ക്ലാപ്പ് അടിക്കണേ വോൾട്ടറാ. വന്നപ്പോ തന്നെ എല്ലാരും കിടുങ്ങിയല്ല. അതങ്ങനെയാണ്. റോസമ്മയ്ക്ക് സാവിയൊക്കെ അല്ലേ ഹീറോ, പുള്ളിയാണ് സാവിയുടെ ഒക്കെ ഹീറോ. എന്നിട്ട് ഇത്ര നാൾ എവിടെയായിരുന്നു? പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ആരാ പറഞ്ഞത് നിങ്ങളെ ആരും അന്വേഷിക്കുന്നില്ലാന്ന്? എന്റെ റോസമ്മേ, സാവിയൊക്കെ ഒരു ആവശ്യം വരുമ്പം സുപ്രജാമ കാശൊക്കെ കൊടുക്കാറില്ലേ? റോസമ്മേ, ആളെ മനസ്സിലായ? വാൾട്ടർ, ബുള്ളറ്റ് വാൾട്ടർ. ബുള്ളറ്റ് വാൾട്ടറാ. ഇപ്പൊ നിനക്ക് ഈ മോളോടൊന്നും പറയാനില്ലേ? ഇല്ലടാ. സ്റ്റാർ കിട്ടി, അവനോടത്തില്ല, ഇവനെ കിട്ടിയില്ല. മോശമായി. ഫ്രൈഡേ ഇന്ന് കോസ്റ്റ്യൂം ഇടേണ്ട ദിവസമായിരുന്നു. എന്താണ് വല്ല കളിപ്പ് സീനാണാ? വാൾട്ടർ ഒന്നും പരിപാടി തുടങ്ങിയ ഓക്കെ. ഞാൻ ചിന്തിക്കുകയാണോ നിങ്ങൾ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫീൽ ചെയ്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്കുള്ള റോ ഫീലിംഗ് എന്താണെന്ന് പറയാം. മമ്മൂട്ടിയുടെ എൻട്രി ഞാൻ പെട്ടെന്ന് സിനിമയിൽ ഭയങ്കര എൻഗേജ്ഡ് ആയി. കാരണം സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറേ എക്സ്ട്രാ അൺഎക്സ്പെക്റ്റഡ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രഡിക്റ്റബിൾ ആയിരുന്നു. മറ്റ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു വില്ലൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവന്മാർ തമ്മിലടിച്ച് ഒരു പരുവാകുമ്പോൾ അവന്മാരൊന്ന് ടേക്ക് ഓവർ ചെയ്യുക. എന്താ പറയുക, മമ്മൂട്ടിയുടെ സിനിമയിൽ തന്നെ ഉള്ള അണ്ണൻ തമ്പിയിൽ സെയിം ആയിട്ടാണ് ഇറക്കണത്. അണ്ണനും തമ്പിയും തമ്മിൽ അടിയായി അവരടിച്ച് ചാവാറാകുമ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് രണ്ടുപേരും കൊല്ലാൻ നോക്കും. അപ്പോൾ അവർക്ക് തമ്മിൽ മനസ്സിലായി ഇവനാണ് വെള്ളം നോക്കുന്നത് പറഞ്ഞിട്ട് അവരടിക്കും. പക്ഷെ അതുകൊണ്ട് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. മമ്മൂട്ടിയുടെ എൻട്രി ഞാൻ പെട്ടെന്ന് കഥയിൽ ഭയങ്കര എൻഗേജ്ഡ് ആയതുകൊണ്ട് ഫൈറ്റിൽ ഭയങ്കര കാരണം അവർ രണ്ടുപേരുടെയും തമ്മിലുള്ള ഫൈറ്റ് നല്ല രസമായിരുന്നു. റോഷൻ്റെയും അർജുൻ അശോകൻ്റെയും ഫൈറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വിശാഖും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ഐ തിങ്ക് ബ്രസീലിയൻ കാപ്പറിയ ഒരു ഫൈറ്റിംഗ് സ്റ്റൈലുണ്ട്. പുള്ളിക്കാരൻ്റെ ഫൈറ്റ് കണ്ടിട്ട് എനിക്ക് കാപ്പറിയൊക്കെ പഠിച്ച ഒരാളെ പോലെയാണ് തോന്നിയത്. കാരണം സ്റ്റണ്ട് ഡബിൾസ് ഇടയ്ക്ക് യൂസ് ചെയ്ത് തോന്നിയത്. കാരണം ഇയാളുടെ അടിപൊളി ബോഡിയുണ്ട്, നല്ല സെറ്റായിട്ടുള്ള ബോഡിയുണ്ട്. സ്റ്റണ്ട് ഡബിൾസ് യൂസ് ചെയ്ത് കാരണം ഇയാളുടെ ഒരു ലുക്കും ഉള്ള ബോഡിയുള്ളൊരു സ്റ്റണ്ട് ഡബിൾ കിട്ടാൻ പാടാണെന്ന് തോന്നുന്നു. കാരണം ഇയാളുടെ സ്റ്റണ്ട്സ് ഇയാൾ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല എത്രത്തോളം ഡബിൾസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഏറ്റവും ഒരു മമ്മൂട്ടി പെട്ടെന്ന് കണ്ടപ്പോൾ ആ ഒരു ഹൈപ്പ് വൈബ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ്സ് എനിക്ക് ഒട്ടും ഇമ്പാക്റ്റ് ആയില്ല. ലൈക്ക് ആ ഒരു വരവ് വന്നു, എന്നിട്ട് പിന്നെ ആ ഡയലോഗ്സൊക്കെ ഒരു
ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ഡയലോഗ്സ് ഒന്നും പറയാതെ വെറുതെ ലൈക്ക് ഇമോഷൻസും ആംഗ്യം ജസ്റ്റസും മാത്രം കൊടുത്തിരുന്നെങ്കിൽ അതിന് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരുന്നു എനിക്ക് തോന്നി ഫിലിമിന്. ഡയലോഗ്സ് ഒക്കെ ലൈക്ക് ജസ്റ്റ് എ ക്യാമിയോ വന്നിട്ട് ആ ഒരു മാസ് കാണിക്കാൻ വേണ്ടി പറഞ്ഞ ഡയലോഗ് പോലെ തോന്നി. മീൻ വൈൽ വിശാഖിൻ്റെയൊക്കെ ഡയലോഗ് അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അത് മമ്മൂട്ടിയുടെ ഇഷ്യൂ അല്ല, ആ ഡയലോഗ്സിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഇഷ്യൂ ആണ്. കാരണം അങ്ങനത്തെ ഒരു ഡയലോഗ് നമ്മൾ എങ്ങനെ ഡെലിവർ ചെയ്താലും ലൈക്ക് ഒരു ക്ലീശ ഇമ്പാക്റ്റേ വരുള്ളൂ, റൈറ്റ്? കാരണം ബാക്കി ആര് സംസാരിക്കുന്ന ഒരു മോണലോഗ് പെട്ടെന്ന് വന്നിട്ട് ഒരു മോണലോഗ് പറയുന്ന പോലെ. ആ ഒരു എൻട്രിയുടെ ഇമ്പാക്റ്റ് എനിക്കൊരു ഹൈയിൽ വന്നിട്ട് പിന്നെ ഒന്ന് ലോ ആയി. അതായിരുന്നു ഞാൻ കുറച്ചു നേരം അങ്ങനെ ലൈക്ക് അതിൻ്റെ ഒരു ഇതിലിരിക്കുകയായിരുന്നു. പക്ഷേ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് ദ റേറ്റിംഗ് ലൈക്ക് 6.6 or 6.5 or സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് എനിക്ക് ആ ഒരു റേറ്റിങ്ങിൽ കാണാൻ ബെറ്റർ ആയിട്ട് തോന്നിയില്ല. കാരണം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഹൈപ്പ് കയറി വരുമായിരുന്നു. പിന്നെ മമ്മൂട്ടി പിന്നെ ഇവന്മാർ തമ്മിലുള്ള റിയൽ ഫൈറ്റും അത് ഞാൻ വിചാരിച്ച ക്ലൈമാക്സിന് എൻഡിലോട്ടാവുമെന്ന്. ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് ഒരു ആവുമെന്ന്. പക്ഷേ അങ്ങനൊന്നും അല്ലാതെ അവർ ലൈക്ക് പെട്ടെന്ന് ഫൈറ്റ് തുടങ്ങി. ദാറ്റ് വാസ് ഓൾ ഇൻട്രസ്റ്റിംഗ്. ഇവരുടെ ഫൈറ്റ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ലൈക്ക് ഇറ്റ് ജസ്റ്റ് വെന്റ് ഡൗൺ ഫോർ മീ മാൻ. പിന്നെ ഒരു ലൈക്ക് കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ട് പിന്നെയുള്ള ഡയലോഗ്സും എല്ലാ കാര്യങ്ങളും എല്ലാം മമ്മൂട്ടിയുടെ ഒരു സിംഗിൾ പേഴ്സണാണ് ഹാൻഡിൽ ചെയ്യണേ. ഇത്രയും വന്നിട്ട് ഒരാൾ ഫുള്ള് ഡയലോഗ് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻസി എനിക്ക് ഫീൽ ചെയ്തു. ഒരു വേറെ രീതിയിൽ സ്ക്രിപ്റ്റ് ആക്കിയായിരുന്നെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ഹാഡ് എ ബെറ്റർ ഇമ്പാക്റ്റ്. പിന്നെ ഒബ്വിയസ്ലി ഐ തിങ്ക് ഇതിനവർ ഈ ചത്താപ്പച്ച 2 ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ ക്യാരക്ടേഴ്സിനെ അവർ വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ലേ ഔട്ട് ഒരു ഫിലിമിന് ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്നും അവർ ഇത് ഓണസ്റ്റ്ലി ഇത് ലൈക്ക് ഒരു സീരീസ് പോലെ പോകാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഈവൻ മലയാളം ഞാൻ പറഞ്ഞ പോലെ മലയാളി ഓഡിയൻസ് അല്ല, ഇതൊരു സ്പെസിഫിക് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അത് ഗ്ലോബലാണ്. ഹിന്ദി ഓഡിയൻസും WWE കണ്ടിട്ടുള്ള ഹിന്ദി ഓഡിയൻസും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ ഓഡിയൻസും ഗ്ലോബൽ ഓഡിയൻസും ആണെങ്കിൽ അവർ എൻജോയ് ചെയ്യും ദിസ് മൂവി. പക്ഷേ ക്ലൈമാക്സിലോട്ട് ഇറ്റ് ബിക്കംസ് പ്രഡിക്റ്റബിൾ ആൻഡ് ലൈക്ക് ഒരു കുറച്ച് ക്ലീഷ എലമെൻറ്റ്സ് അവിടെ വന്നു. അതാണ് എനിക്ക് ലൈക്ക് ആ ഒരു ക്ലൈമാക്സിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. ആ ഫൈറ്റ് വന്നപ്പോൾ എനിക്കൊരു പുളകം കൊണ്ടുവരുമായിരുന്നു. എന്നിട്ടൊരു ചെറിയ ഡ്രോപ്പ് ഫീൽ ചെയ്തു. പക്ഷേ ലൈക്ക് ഞാൻ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ സെയിം കാര്യങ്ങളെല്ലാം വീണ്ടും പറയണു. ഇതൊരു ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഫിലിമാണ്. ആ ടാർഗറ്റ് ഓഡിയൻസിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര യുണീക്കായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് അവർ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഭയങ്കര യുണീക്കായിട്ടുള്ള കോൺസെപ്റ്റാണ്. WWE എന്ന് പറയുന്നൊരു സാധനം, കോസ്റ്റ്യൂം റെസ്ലിംഗ് എന്ന് പറയുന്ന സാധനം മലയാളം ഫിലിമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഭയങ്കര അടിപൊളിയുള്ള ജോക്സൊക്കെ വെച്ച് അവർ പഠിച്ച് ഇപ്പം കുറേ WWE മൂവ്സ് ചോക്ക് സ്ലാമും 619 എന്താ പറയുക ബ്രാൻഡി ഓട്ടൻ ആക്കിയതും യു കാൻ സീ മീം എവറിത്തിങ് എല്ലാം റെഫറൻസ് എല്ലാം ഇട്ട് നല്ല രീതിയിലൊരു ചെയ്തിട്ടുള്ളൊരു ഫിലിം. പക്ഷേ ഇറ്റ് കുഡ് ഹാവ് ബീൻ സോ മച്ച് ബെറ്റർ മാൻ. ലൈക്ക് കുറേ പൊട്ടൻഷ്യലുള്ള ഫിലിമാണ്. അത് അവർ പൊട്ടൻഷ്യൽ ഫുള്ള് ക്യാപ്ചർ ചെയ്യാത്തതിൻ്റെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ട്. ഐ ഹോപ്പ് ലൈക്ക് കാരണം ആടിറങ്ങിയ സമയത്ത് ഇങ്ങനെയായിരുന്നു. ഐ ഹോപ്പ് ലൈക്ക് ഇതിനൊരു സീക്വൽ കിട്ടും ആൻഡ് കുറച്ചുകൂടെ ഒരു തോട്ട് ഔട്ട് ക്യാരക്ടർ. ഇത് വെച്ചൊരു ലൈക്ക് മമ്മൂട്ടിയുടെ ആ ഒരു സുപ്രീമസി കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഇതുപോലെ ആയിപ്പോയി. കാരണം മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഒന്നും നമുക്ക് കിട്ടിയില്ല. വാൾട്ടർ വന്നിട്ട് എൻറ്റയർലി ഡോമിനേറ്റ് ചെയ്യണു. പിന്നെ മണിയച്ചായനും അതിന് പുള്ളിക്കാരനൊക്കെ കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കായിരുന്നു ക്യാരക്ടറിന്. പിന്നെ സിദ്ദിഖിനെ അവസാനം ജസ്റ്റ് കാണിക്കണു. എല്ലാം ഒന്ന് പെട്ടെന്ന് റാപ്പ് ചെയ്ത പോലെ ഒരു ഫീലിംഗ്. സായികുമാറിനൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. Yeah, that's what I feel. That's what I genuinely feel. പക്ഷേ ലൈക്ക് ദിസ് മൂവി ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ഓക്കെ, ഐ അഗ്രി വിത്ത് ദ റേറ്റിംഗ്. മേ ബി ദിസ് മൈറ്റ് നോട്ട് ബി ദി yeah, okay, I agree with the rating that the movie currently has. If you ask me like did you enjoy this movie and do you like this movie? Yeah, I thoroughly enjoyed it. I really liked it.
ബട്ട് ദ തിങ് ഇസ് ലൈക്ക് എനിക്ക് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാരണം എന്ന് വെച്ചാൽ അത് ഐ സോ സോ മച്ച് ഇൻ ദിസ് മൂവി മാൻ. എസ്പെഷ്യലി ഒരു റെസ്ലിംഗ് ഫാനായ എനിക്ക് when I have so much expectation and like നമ്മുടെ ഈ പറയുമല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ലാസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ഈ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷനിൽ എനിക്ക് ഇമ്പാക്റ്റ് വന്നത് കൊണ്ട് ഇറ്റ്സ് ഇമ്പാക്റ്റിംഗ് മൈ റിവ്യൂ ആസ് വെൽ. അതാണ് നമ്മൾ കണ്ട ഉടനെ ഞാൻ റിവ്യൂ ചെയ്യണേ, റൈറ്റ്. ഐ ഹോപ്പ് ഇന്നൊരു സീക്വൽ ഉണ്ടായിട്ടൊരു, കാരണം സ്റ്റോറിയിൽ കൂടി നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ബാഹുൽ രമേശിൻ്റെ പോലത്തേക്ക് ഒരു സ്റ്റോറി വിത്ത് ഇവരുടെ സ്റ്റണ്ടും ഈ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായാണ്. പിന്നെ ഈ വിശാഖ് നായൻ്റെ ക്യാരക്ടർ, എനിക്ക് ചെറിയാൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇവന്മാർ അർജുൻ അശോകൻ്റെ റോഷൻ മാത്യുവിനേക്കാളും അടിപൊളിയായിട്ട് ലൈക്ക് വിശാഖിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്കിതിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശാഖിൻ്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ ആ ഒരു വില്ലൻ്റെ ആ ഒരു വൈബൊക്കെ ജന്മന ഉള്ള കഴിവാണെന്ന് തോന്നുന്നു. ഈവൻ മറ്റേതിലില്ലേ, നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ ജർമ്മന ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചു പോകും. ആ രീതിയിലാണ്. ഈസ് ലൈക്ക് എ വെരി നൈസ് ബഡ്ഡിങ് ആക്ടർ, വെരി വേഴ്സറ്റൈൽ ഗായ് മാൻ. ഐ നീഡ് ടു സീ മോർ ഇൻ ദ മൂവീസ്. പിന്നെ ഇവരുടെ ഫൈറ്റൊക്കെ വാസ് അർജുൻ അശോകൻ്റെയും റോഷൻ മാത്യുവിൻ്റെയൊക്കെ ഫൈറ്റ് സീൻസ് വേർ റിയലി നൈസ്. യാ, ഓക്കെ, ദാറ്റ്സ് ഇറ്റ് people. Any other movies or trailers or something that you want me to react to, let me know in the comment section below. Not just Malayalam, Hindi, English will start in a while, but not right now. That'll be it. Until I see you guys next video, good night and goodbye. Let me know what you think in the comment section below as well about this movie. And definitely go check out this movie. കാരണം ഇതിൽ കുറേ കോപ്പിറൈറ്റഡ് മ്യൂസിക് ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാ ഫൈറ്റുകൾക്കും കോപ്പിറൈറ്റഡ് മ്യൂസിക് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ കട്ട് ചെയ്ത് കളയേണ്ടി വരും. I don't have any other options. So yeah, like, you know, actual film പോയി കാണുക, ഫിലിം കാണാതെ റിയാക്ഷൻ കാണരുത്. കാരണം യു വിൽ ലൂസ് ദി ഹോൾ എക്സ്പീരിയൻസ്. കാരണം ഈ സിനിമയുടെ മെയിൻ പാർട്ട് വാസ് ലൈക്ക് ഇതിൻ്റെ മ്യൂസിക്കും ആ ഒരു വിഷ്വൽ എലമെൻറ്റുമാണ്. അത് രണ്ടും ഞാൻ ഡിസ്റ്റോർട്ട് ചെയ്താണ്. വിഷ്വൽ എലമെൻറ്റ് ഞാൻ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് കുറേ കട്ട് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ വീഡിയോയിൽ. ആൻഡ് ഐ ആം ഓൾസോ ലൈക്ക്, യുനോ, ലൈക്ക് റിമൂവിങ് എ ലോട്ട് ഓഫ് മ്യൂസിക്. കോപ്പിറൈറ്റ് മ്യൂസിക് എനിക്കൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലൈക്ക് റൂയിൻ ദ ഹോൾ എക്സ്പീരിയൻസ് ഫോർ യു. സിനിമ കാണേണ്ട പോലെ തന്നെ കാണാം. കാരണം റൈറ്റ്, ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുക, ഈ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുക, നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കൂടെ ഹാവ് ബീൻ മച്ച് ബെറ്റർ, ഐ തിങ്ക്. സോ യാ, പ്ലീസ് ഗോ വാച്ച് ദീസ് മൂവീസ്. That'll be it. And support this movie, show them some love, and I hope they get a sequel and a well written story for the sequel as well. And I'll see you guys next video. Good night and goodbye.